നമ്മൾ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് വൈകുന്നേരം ആകാശത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ പതുക്കെ താഴേക്ക് പോകുന്നു. കുറച്ചു സമയം കഴിയുമ്പോൾ വെളുത്തതോ മഞ്ഞയോ ആയി തോന്നിയിരുന്ന സൂര്യൻ പെട്ടെന്ന് ഓറഞ്ചും ചുവപ്പും നിറമാകുന്നു. പക്ഷെ ഒരു ചോദ്യം, സൂര്യൻ യഥാർത്ഥത്തിൽ നിറം മാറുന്നതാണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സൂര്യൻ ചുവപ്പായി തോന്നുന്നത്? അതിന്റെ ഉത്തരം സൂര്യനല്ല, നമ്മുടെ അന്തരീക്ഷത്തിലാണ്. സൂര്യപ്രകാശം വെറും മഞ്ഞ നിറത്തിലുള്ള പ്രകാശമല്ല, അതിൽ പല നിറങ്ങളുടെ പ്രകാശം അടങ്ങിയിട്ടുണ്ട്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വയലറ്റ് തുടങ്ങിയവ. ഇവയെല്ലാം ഒരുമിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് സൂര്യപ്രകാശം സാധാരണയായി വെളുത്തതായി തോന്നുന്നത്. പക്ഷേ ഈ പ്രകാശം നേരെ നമ്മുടെ കണ്ണിലെത്തണമെന്നില്ല. അതാദ്യം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരണം. അന്തരീക്ഷത്തിൽ വായുവിന്റെ തന്മാത്രകൾ മാത്രമല്ല ഉള്ളത്, വളരെ ചെറിയ പൊടികണങ്ങളും ജലത്തുള്ളികളും മറ്റു കണങ്ങളും അവിടെ ഉണ്ടാകാം. ഇവയുമായി പ്രകാശം ഇടപെടുമ്പോൾ ഒരു പ്രധാന സംഭവം നടക്കുന്നു. പ്രകാശത്തിന്റെ ചില നിറങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ചിതറിപ്പോകുന്നു. ഇവിടെയാണ് കഥ രസകരമാകുന്നത്. നീലയും വയലറ്റും പോലുള്ള ചെറിയ തരംഗദൈർഘ്യമുള്ള പ്രകാശം അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളാൽ ചുവപ്പിനേക്കാൾ വളരെ കൂടുതലായി ചിതറുന്നു. ഇതിനെയാണ് റേലി ചിതറൽ എന്ന് വിളിക്കുന്നത്. അതാണ് പകൽ സമയത്ത് ആകാശം നീലയായി കാണാനുള്ള പ്രധാന കാരണം. പക്ഷേ വൈകുന്നേരം സൂര്യൻ ചക്രവാളത്തിന് അടുത്തെത്തുമ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ കടന്നു വരേണ്ട ദൂരം താരതമ്യേന കുറവാണ്. പക്ഷേ സൂര്യൻ ചക്രവാളത്തിന് അടുത്തെത്തുമ്പോൾ പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ പ്രകാശം കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നീലയും വയലറ്റും പോലുള്ള നിറങ്ങൾ വഴിയിൽ കൂടുതൽ ചിതറിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ കണ്ണിലെത്തുന്ന നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ചുവപ്പും ഓറഞ്ചും പോലുള്ള നീണ്ട തരംഗദൈർഘ്യമുള്ള നിറങ്ങൾ കൂടുതൽ ആധിപത്യം നേടുന്നു. അതാണ് സൂര്യാസ്തമയ സമയത്ത് സൂര്യൻ ചുവപ്പോ ഓറഞ്ചോ ആയി തോന്നാനുള്ള പ്രധാന കാരണം. പക്ഷേ ഇനി മറ്റൊരു രസകരമായ കാര്യം, എല്ലാ ദിവസവും സൂര്യാസ്തമയം ഒരേ ചുവപ്പായിരിക്കാത്തത് എന്തുകൊണ്ട്? ചില ദിവസങ്ങളിൽ സൂര്യൻ മഞ്ഞ നിറത്തിൽ മാത്രം കാണാം, ചിലപ്പോൾ ഓറഞ്ച്, ചിലപ്പോൾ കടും ചുവപ്പ്. ചില ദിവസങ്ങളിൽ ആകാശം തന്നെ ചുവപ്പ്, പിങ്ക്, ഓറഞ്ച്, വയലറ്റ് നിറങ്ങളാൽ നിറഞ്ഞു പോകും. ഇതിന് അന്തരീക്ഷത്തിലെ പൊടി, പുക, മലിനീകരണം, ജലത്തുള്ളികൾ, മറ്റ് ചെറിയ കണങ്ങൾ എന്നിവയ്ക്ക് പങ്കുണ്ട്. ഉദാഹരണത്തിന് അന്തരീക്ഷത്തിൽ കൂടുതൽ പൊടിയോ പുകയോ ഉണ്ടെങ്കിൽ പ്രകാശം കൂടുതൽ രീതിയിൽ ചിതറാനും പ്രതിഫലിക്കാനും കഴിയും. അതുകൊണ്ടാണ് ചില സൂര്യാസ്തമയങ്ങൾ വളരെ തിളക്കമുള്ള ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി, സൂര്യൻ യഥാർത്ഥത്തിൽ ചുവന്നിട്ടില്ല. സൂര്യൻ പുറത്തുവിടുന്ന പ്രകാശത്തിൽ പല തരംഗദൈർഘ്യങ്ങളിലുള്ള പ്രകാശമുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന പ്രകാശത്തിന്റെ സ്വഭാവമാണ് സൂര്യന്റെ നിറം നമുക്ക് വ്യത്യസ്തമായി തോന്നാൻ കാരണം. അതായത് സൂര്യൻ നിറം മാറ്റുന്നില്ല, നമ്മളും സൂര്യനും തമ്മിലുള്ള അന്തരീക്ഷത്തിന്റെ നീണ്ട പാതയാണ് കാഴ്ച മാറ്റുന്നത്. ഇതൊരു ചെറിയ പരീക്ഷണം പോലെ ചിന്തിക്കാം. പകൽ സമയത്ത് സൂര്യൻ ഉയരത്തിൽ, പ്രകാശത്തിന് അന്തരീക്ഷത്തിലൂടെ കടന്നു വരേണ്ട ദൂരം കുറവ്. വൈകുന്നേരം സൂര്യൻ ചക്രവാളത്തിന് അടുത്ത്, പ്രകാശത്തിന് കടന്നു വരേണ്ട ദൂരം കൂടുതലാണ്. ദൂരം കൂടുമ്പോൾ ചിതറലും കൂടുന്നു. നീലപ്രകാശം കൂടുതൽ വഴിയിൽ ചിതറിപ്പോകുന്നു. അവസാനം നമ്മുടെ കണ്ണിലെത്തുന്ന നേരിട്ടുള്ള പ്രകാശത്തിൽ ചുവപ്പും ഓറഞ്ചും കൂടുതൽ പ്രകടമാകുന്നു. അതിനാലാണ് പകൽ നമ്മൾ കാണുന്ന സൂര്യനും വൈകുന്നേരം കാണുന്ന സൂര്യനും ഒരേ സൂര്യനായിട്ടും നിറം വ്യത്യസ്തമായി തോന്നുന്നത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു മനോഹരമായ ചുവന്ന സൂര്യാസ്തമയം കാണുമ്പോൾ അത് വെറും മനോഹരമായ ഒരു കാഴ്ച മാത്രമല്ലെന്ന് ഓർക്കുക. ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നടക്കുന്ന ഒരു അത്ഭുതകരമായ ശാസ്ത്രീയ പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. സൂര്യൻ ചുവപ്പായത് കൊണ്ടല്ല, അന്തരീക്ഷം സൂര്യപ്രകാശത്തെ മാറ്റി നമുക്ക് ആ നിറം കാണിച്ചു തരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത സൂര്യാസ്തമയം കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഞാൻ കാണുന്നത് സൂര്യന്റെ യഥാർത്ഥ നിറമാണോ അതോ ഭൂമിയുടെ അന്തരീക്ഷം വരച്ച ഒരു ചിത്രമാണോ? അതാണ് ഒരു സാധാരണ സൂര്യാസ്തമയത്തിന് പിന്നിലെ അതിശയകരമായ ശാസ്ത്രം. ഇത്തരം നമ്മൾ ദിവസവും കാണുന്ന കാര്യങ്ങളുടെ പിന്നിലെ രഹസ്യങ്ങൾ ലളിതമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.